Hi dears, welcome back to Silent Learning. It's me, Rohit. മക്കളെ ആനുവൽ എക്സാമിനേഷൻ ഞാൻ അടുത്തെത്തി കഴിഞ്ഞു അല്ലേ. സോ ആനുവൽ എക്സാമിനേഷൻ അന്ന് മക്കൾ എക്സാം ഹോളിൽ കയറിയിട്ട് ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു കഴിഞ്ഞ് മക്കൾ സ്കൂൾ ഓഫ് ടൈം ഒക്കെ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സിന് കാണാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കുക. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ ഒരു കുട്ടി പോലും നമ്മുടെ ആനുവൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. ഈ ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ ആനുവൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോണ്ട വീട്ടിലിരുന്നോളാം. കാരണം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? തുടങ്ങിയാലോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് i പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ്. ഐ നമ്മൾ അങ്ങനെ തന്നെ എഴുതി, ഐ പ്ലസ് ഐ സ്ക്വയർ എത്രയാ? ഐ സ്ക്വയർ -1 ആണ്. പ്ലസ് ഐ ക്യൂബ് എത്രയാ? -1 × i അഥവാ -i. ഓക്കെ, സോ i മൈനസ് ഐ 0 ആയിപ്പോയി. ബാക്കി എന്താണത്? -1 മാത്രം. -1 ആൻസർ കിട്ടി. നെക്സ്റ്റ് വൺ നോക്കുക. Z1 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്. Z1 × Z2 / Z2 ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ ആണ്. ആദ്യം Z1 × Z2 എന്ന് എഴുതുക, കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാം. Z1 എത്രയാ? 2 + i. അത് × Z2 എത്രയാ? 1 + i. 2 + i × 1 + i. ഓക്കെ, 2 × 1 2, 2 × i + i അഥവാ +2i. പിന്നെ i × +i × 1 +i, +i × +i +i². ഓക്കെ, 2 എഴുതി. പിന്നെ 2i + i എന്താ? 3i ആണ്. അപ്പോൾ 2 + 3i പ്ലസ് i² എത്രയാ? -1. ഓക്കെ, സോ 2 - 1 ദാറ്റ് ഈസ് 1. 1 + 3i എന്ന് കിട്ടിയ ആൻസർ 1 + 3i. കാണിക്കില്ല, ആൻസർ ആയിട്ടില്ല. നമ്മൾ Z1 × Z2 മാത്രമേ എഴുതിയിട്ടുള്ളൂ. 1 + 3i 1 + 3i Z1 × Z2 മാത്രമാണ് 1 + 3i. ഓക്കെ, 1 + 3i ഡിവൈഡ് ബൈ അടിയിൽ എന്തുണ്ട്? സെറ്റുവിൻ്റെ ബാറില്ലേ? സെറ്റു എന്താ? സെറ്റു എന്ന് പറഞ്ഞാൽ 1 + i. 1 + i ബാർ എന്ന് പറയുമ്പോൾ ഇമേജിനറി പാർട്ടിന് തൊട്ടുമുള്ള സൈൻ ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ അവിടെ പ്ലസ് ആണ്, അത് 1 - i ആക്കുക. ഇനി മേലെ താഴെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ a + ib ഫോമിലേക്ക് മാറ്റെങ്കിൽ മേലെ താഴെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 1 - i കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇമേജിനറി പാർട്ടിന് തൊട്ടുമുള്ള സൈൻ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. അപ്പോൾ 1 + i കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 + i ഡിവൈഡ് ബൈ 1 + i. ഓക്കെ, എന്താ വരിക? ആദ്യം എന്ത് ചെയ്യുക? 1 × 1 1, പിന്നെ 1 × i + i, പിന്നെ 3i × 1 + 3i, 3i × i 3i². ഓക്കെ, ഡിവൈഡ് ബൈ a - b × a + b, a + b × a² - b² അഥവാ 1 ന്റെ സ്ക്വയർ 1 - b² i ന്റെ സ്ക്വയർ. ഓക്കെ, നോക്കാം. 1 എഴുതി പ്ലസ് i + 3i 4i ആണ്. പിന്നെ 3i² എന്ന് പറഞ്ഞാൽ i² -1, അപ്പോൾ 3 × -1 അഥവാ -3 ഡിവൈഡ് ബൈ 1 - i². അപ്പോൾ 1 - i² -1, അപ്പോൾ 1 - -1. ഓക്കെ, ഇനി മക്കൾ നോക്കിക്കോ. 1 - 3 എത്രയാ? 1 - 3 -2 നടുക്ക് പ്ലസ് 4i ഉണ്ട്. 4i ഡിവൈഡ് ബൈ താഴെ എന്താണുള്ളത്? താഴത്ത് എന്താ വരിക? 1 - -i -1 കൂടെ +i, അപ്പോൾ 1 + 1 അഥവാ 2 ആണ്. -2 + 4i ഹോൾ ഡിവൈഡ് ബൈ 2. നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ രണ്ട് ടേംസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയാം. എന്നിട്ട് അടിയത്തെ 2 അങ്ങ് കട്ട് ചെയ്ത് കളയാം. -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1 പ്ലസ് ഇവിടെയുള്ള സൈൻ പ്ലസ് ആണ്, പ്ലസ് ഇട്ടു. ഇനി 4iനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2i, -1 + 2i, -1 + 2i ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, i raised to -35. മക്കളെ, പവറിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ചെയ്യാം 1/, ആക്കിയിട്ട് മാറ്റി എഴുതാം. ആ മൈനസ് ഒഴിവാക്കാനേ 1/i raised to 35 എന്ന് മാറ്റി എഴുതാം. ഇതിനാ 1/i raised to 35. അപ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം, iന്റെ പവറിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണോ വരുന്നത് നോക്കുക. അഥവാ i raised to 4k എന്നാണ് ആൻസർ എങ്കിൽ i raised to 4k എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. i raised to 4k + 1 ആണെങ്കിൽ i ആയിരിക്കും. i raised to 4k + 2 ആണെങ്കിൽ i × i² അഥവാ -1 ആയിരിക്കും. i raised to 4k + 3 ആണെങ്കിൽ -1 × i ആയിരിക്കും. ഓക്കെ, അതായത് iന്റെ പവറായിട്ട് 4ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെന്ന് വെച്ചാൽ വാല്യൂ 1. 4ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയതാണെങ്കിൽ വാല്യൂ i. 4ന്റെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടിയതാണെങ്കിൽ 2 ആഡ് ചെയ്താണെങ്കിൽ വാല്യൂ -1 വരിക. 3 ആഡ് ചെയ്താണെങ്കിൽ വാല്യൂ -i വരിക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കുക. ഓർമ്മ ഇല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ, എക്സാമ്പിൾ കാൽക്കുലേറ്ററിലെ ജസ്റ്റ് ഒന്ന് i raised to 4k 1 അല്ലേ, അപ്പോൾ i raised to 4 എത്രയാണെന്ന് അടിച്ചു നോക്കുക. അതിൻ്റെ ആയിരിക്കും ഇത് വരിക. i raised to 5 ആണ് ഇത് വരിക. i raised to 6 ആണ് ഇത് വരിക. i raised to 7 ആണ് ഇത് വരിക. അങ്ങനെ അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ എന്താ വരുന്നത്? 1 ഡിവൈഡ് ബൈ i raised to 35 ആണ്. i raised to 35 എന്നാലും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 35ന്റെ തൊട്ട് താഴെ 4ന്റെ മൾട്ടിപ്പിൾ ആണ് 32. അപ്പോൾ 32 എന്ന് പറഞ്ഞാൽ 4k. 32 എന്ന് പറഞ്ഞാൽ 4k ആണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. പ്ലസ് 32 എത്ര കൂട്ടിയാൽ 35 കിട്ടുക?
35 കിട്ടണേ 4k എത്ര കൂട്ടണം? 30 3 കൂട്ടണേ. ഓക്കെ, ഹൈ റൈസ് ടു 45 4k പ്ലസ് 3 എത്രയാ? മൈനസ് ഐ അല്ലേ? 4k പ്ലസ് 3 മൈനസ് ഐ ആണ്. ഓക്കെ, സോ 1 ഡിവൈഡഡ് ബൈ മൈനസ് ഐ ആണ് ആൻസർ വരിക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എ പ്ലസ് ഐ ബിയിലേക്ക് മാറ്റണം, ഐ മീൻ നോർമൽ ഫോമിലേക്ക് മാറ്റണം. അതിന് വേണ്ടി നമ്മൾ താഴെ മേലെ ഐ ബൈ ഐ കൊണ്ട് ഐ താഴെ മേലെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ വരിക? 1 ഇൻറ്റു ഐ താഴെയോ മൈനസ് ഉണ്ട്, പിന്നെ ഐ ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയർ മൈനസ് 1 ആണ്. സി ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഐ സ്ക്വയർ മൈനസ് 1 ആകിട്ട് ഐ ഇൻറ്റു ഐ ചെയ്താൽ ഐ സ്ക്വയർ മൈനസ് 1 ആയിട്ട്. അപ്പോൾ മൈനസും മൈനസ് കൊണ്ട് പ്ലസ് ഐ പ്ലസ് 1. അഥവാ വെറും ഐന്ന് ആൻസർ വന്നു. വെറും ഐ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആൻഡ് കോൺജുഗേറ്റ്. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കോൺജുഗേറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ ഇങ്ങനെ എഴുതി വെക്കരുത്. ആദ്യം നിങ്ങൾ ഇതിനെ നോർമലിലേക്ക് മാറ്റുക, എ പ്ലസ് ഐ ബിയിലേക്ക് മാറ്റുക. എന്താ? 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇസ് ഈക്വൽ ടു. ഓക്കെ, അതിനെ നോർമലിലേക്ക് മാറ്റാൻ ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഓക്കെ, ഡിനോമിനേറ്റർ ഏതാ? 1 മൈനസ് ഐ ആ. അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ 1 പ്ലസ് ഐ ഡിവൈഡ് ബൈ 1 പ്ലസ് ഐ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും നോക്കാം. മേലെ എന്താ വരിക? 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ അല്ലേ? 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ. താഴെ എന്താ വരിക? 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ 1 ഇൻറ്റു സ്ക്വയർ 1 മൈനസ് ബി സ്ക്വയർ ഐൻ്റെ സ്ക്വയർ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്താ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ ഫസ്റ്റ് 1 ഇൻറ്റു സ്ക്വയർ 1 ഇൻറ്റു സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് 1 ഇൻറ്റു സെക്കൻഡ് 1 2 ഇൻറ്റു 1 ഇൻറ്റു ഐ 2i പ്ലസ് സെക്കൻഡ് 1 സ്ക്വയർ അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ സ്ക്വയർ നമുക്കറിയാം -1 ആണ്. പിന്നെ അത് അങ്ങനെ തന്നെ എഴുതിയാൽ -1 ഡിവൈഡഡ് ബൈ ഇതെന്താവും? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് സെൽഫ് -1 ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ +1 ആയി. അപ്പോൾ അപ്പുറത്തൊരു 1 ഉണ്ട്. 1 + 1 2 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ 1 - 1 0 ആയിപ്പോയി. പിന്നെ 2i/2 എന്നാ വരിക അല്ലേ? ആകെ 2i/2 എന്നാണ്. അതിൽ 2 വെട്ടിപ്പോയി. അപ്പോൾ ഐന്ന് ആൻസർ കിട്ടും. ഐ ഇസ് ദ ഫൈനൽ ആൻസർ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കും. കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് നമ്മൾ ഇതിനെ ജസ്റ്റ് നോർമൽ ഫോമിലേക്ക് മാറ്റിയിട്ടുള്ളൂ. ഈ ഒരു ക്വസ്റ്റിനെ ജസ്റ്റ് ഒന്ന് നോർമൽ ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ടുള്ളൂ. സെയിം സാധനം, ഈ സാധനം തന്നെയാണ് അത്. ഒന്നും വേറെ ഒന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കലാ, ഐന്റെ റെസിപ്രോക്കലാ. ആക്ച്വലി ഐ എന്ന് പറഞ്ഞാൽ i/1 അല്ലേ? അപ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/i. അപ്പോൾ ഐ ഒരിക്കലും അടിയിൽ വെക്കൂല. അതുകൊണ്ട് മേലെ താഴെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. i/i കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി 1 ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഐ എന്താ? ഐ സ്ക്വയർ അഥവാ -1. i/-1 എന്ന് തോന്നും, അഥവാ -i ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി കോൺജുഗേറ്റ് എന്താ വരിക? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? കോൺജുഗേറ്റ് സിമ്പിൾ ആണ്. നമ്മൾ ഈ സാധനത്തിന് എങ്ങനെ മാറ്റി? ഐന്ന് മാറ്റി എഴുതി. അപ്പോൾ ഇമേജിനറി പാർട്ടിന്റെ തൊട്ട് മുന്നുള്ള സൈൻ ഓപ്പോസിറ്റ് ആക്കിയ കോൺജുഗേറ്റ് കിട്ടി. ഇവിടെ ഐ അല്ലേ? ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്, സെയിം സാധനമാണ്. ഇതിനെ നമ്മളൊന്ന് നോർമലാക്കി ഒന്ന് അടിയിലത്തെ ഐ ഒക്കെ ഒഴിവാക്കിയിട്ട് കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി എഴുതിയപ്പോഴാണ് ഇത് കിട്ടിയത്. രണ്ടും സെയിം സാധനമാണ്. അപ്പോൾ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ കോൺജുഗേറ്റാ. അപ്പോൾ ഇതിൽ ഇമാജിനറി പാർട്ടാണ് ഇത് ഐ. അതിന് തൊട്ടുമുള്ള സൈൻ ഇവിടെ പോസിറ്റീവ് ഐ പ്ലസ് ഐ അല്ലേ? അപ്പോൾ അത് -i കൊടുത്താൽ മതി, -i. അപ്പോൾ എന്ത് കിട്ടി? കോൺജുഗേറ്റ് -i ആണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ഇവിടെ രണ്ടും -i ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. സോ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആയി ടോട്ടൽ പഠിക്കുന്നു. 4 ക്വസ്റ്റ്യൻസ് പഠിച്ചേ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 1 + i ഇൻ a + ib ഫോം. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ഇതിന്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 1/1 + i. ഇങ്ങനെ അടിയിൽ വെക്കൂല. അതുകൊണ്ട് നമ്മൾ മേലെ താഴെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 - i കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? 1 × 1 - i 1 - i ഡിവൈഡ് ബൈ a + b × a - b, ദാറ്റ് ഈസ് a സ്ക്വയർ - b സ്ക്വയർ അഥവാ 1 ന്റെ സ്ക്വയർ 1 മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐന്റെ സ്ക്വയർ -1 ആണ്. സോ 1 - i ഡിവൈഡ് ബൈ 1 - -1 എന്താ? -1 കൂടെ +i 1 + 1 2 കിട്ടി അല്ലേ? ഇനി ആ ഡിനോമിനേറ്ററിലുള്ള 2 സെപ്പറേറ്റ് ആയിട്ട് ന്യൂമറേറ്റർ കൊടുക്കുക. അപ്പോൾ 1/2 - 1/2 ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ a + ib ഫോം. ഇത് നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. ഒന്നുകിൽ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 7 + 7i പുറത്തെടുത്തിട്ട് 3 + i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് വേണേൽ മക്കൾക്ക് ഫോളോ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താ? 3 × 7 21 പ്ലസ് 3 × 7i 21i 3 × 7i 21i പ്ലസ് i × 7 7i പ്ലസ് i × 7i 7i സ്ക്വയർ. ഓക്കെ,
ഇനി നോക്കിക്കോ 21 ഉണ്ട്. പിന്നെ 21i പ്ലസ് 7i എത്രയാണ്? 21i പ്ലസ് 7i പ്ലസ് 21i പ്ലസ് 7i 21 28 28i പ്ലസ് 7 ഇൻറ്റു ഐ സ്ക്വയർ 3 ഐ സ്ക്വയർ -1 ആണ്. അപ്പോൾ 7 ഇൻറ്റു -1 -7 വരിക. -7 അതിൽ മക്കൾ നോക്ക് 21 -7 എന്താ? 21 -7 21 -7 14 അല്ലേ? 14 അല്ലേ? 14ഉം 7ഉം 21. യെസ്. പ്ലസ് ബാക്കി നല്ലത് 28 ആയി. കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു പരിപാടി. നെക്സ്റ്റ് വൺ. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ -3 പ്ലസ് റൂട്ട് ഓഫ് -7. നമ്മളിവിടെ ഐ ഇല്ലല്ലോ, പേടിക്കണ്ട. നമ്മൾ -3 പ്ലസ് റൂട്ട് ഓഫ് -7 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് -1 ഇൻറ്റു 7 എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് -3 പ്ലസ് റൂട്ട് എ ബി. റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക? റൂട്ട് -1 ഇൻറ്റു റൂട്ട് 7 ആണ് അല്ലേ? അഥവാ -3 പ്ലസ് റൂട്ട് -1 എന്ന് പറഞ്ഞാൽ എത്രയാ? ഐ അല്ലേ? അതല്ല, റൂട്ട് -1 അല്ലേ ഐ ഇൻറ്റു റൂട്ട് 7. അപ്പോൾ റിയൽ പാർട്ട് ഏതാ? റിയൽ പാർട്ട് എ പ്ലസ് ഐ ബിയിൽ റിയൽ പാർട്ട് എ ആണ്, ദാറ്റ് ഈസ് -3. ഇമാജിനറി പാർട്ട് ഏതാ വരിക? ബി. ഇമാജിനറി പാർട്ട് ഏതാ? ഇമാജിനറി പാർട്ട് ഏതാ വരിക? അതിൻ്റെ കൂടെ ഉള്ളത് റൂട്ട് 7 അല്ലേ? അത് പ്ലസ് അല്ലേ? സൈന് പ്ലസ് ആണ്, അപ്പോൾ റൂട്ട് 7. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ z = 5 മൈനസ് റൂട്ട് 3i ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 റൂട്ട് 3i ഉണ്ട്. അതിന് എ പ്ലസ് ഐ ബി എന്നുള്ള ഫോർമുലേക്ക് മാറ്റി എഴുതണം. സെയിം സംഭവം കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ? 5 മൈനസ് റൂട്ട് 3i ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 റൂട്ട് 3i. ഓക്കെ, അടിയിൽ തന്നെ ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് എടുക്കുക, അഥവാ അതിൻ്റെ തൊട്ടുമുള്ള സൈൻ ഓപ്പോസിറ്റ് ആക്കുക. അഥവാ 4 മൈനസ് 2 റൂട്ട് 3i കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും നോക്കുക? സിമ്പിളാണ്. 4 ഇൻറ്റു 5 20. ഓക്കെ, 20 എഴുതി. പിന്നെ 5 ഇൻറ്റു -2 റൂട്ട് 3i, ദാറ്റ് ഈസ് മൈനസ് 10 10 റൂട്ട് 3i. ഓക്കെ, ദെൻ മൈനസ് റൂട്ട് 3i ഇൻറ്റു 4, ദാറ്റ് ഈസ് മൈനസ് 4 റൂട്ട് 3i. ദെൻ മൈനസ് റൂട്ട് 3i ഇൻറ്റു -2 റൂട്ട് 3i. ഫസ്റ്റ് ഓഫ് ഓൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. പിന്നെ നോക്കുകയാണെങ്കിൽ റൂട്ട് 3 ഇൻറ്റു 2 റൂട്ട് 3i. സി, നല്ല ശ്രദ്ധിക്കണേ, ഇത് നല്ല ശ്രദ്ധിക്കണേ. -2 റൂട്ട് 3i ഇൻറ്റു മൈനസ് റൂട്ട് 3i ഇൻറ്റു -2 റൂട്ട് 3i ആണ് ചെയ്യേണ്ടത്. ആദ്യം സൈൻ നോക്കാം നമുക്ക്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും, അപ്പോൾ പ്ലസ് ആണ് നോർമലി വരുന്നത്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, ഐ ഇൻറ്റു ഐ ഉണ്ട്. ഐ ഇൻറ്റു ഐ സ്ക്വയർ ആ, അതപ്പോൾ -1 വരും. അപ്പോൾ -i സൈൻ -i. ഇനി എന്താ നമ്പർ എന്താ വരും നോക്ക്? റൂട്ട് 3 ഇൻറ്റു 2 റൂട്ട് 3. ആക്ച്വലി റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 വരും. 3 ഇൻറ്റു 2 6 അല്ലേ? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 3 ഇൻറ്റു 2 6 6 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ അടിയിൽ എന്താണത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 4 ആണ്, 4ന്റെ സ്ക്വയർ 16 മൈനസ് ബി സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ എന്താ? 2 റൂട്ട് 3i ആ, അതിൻ്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 ആണ്, റൂട്ട് 3ന്റെ സ്ക്വയർ 3 ആണ്, 4 ഇൻറ്റു 3 അല്ലേ? 2ന്റെ സ്ക്വയർ 4 ആണ്, റൂട്ട് 3ന്റെ സ്ക്വയർ 3 ആണ്, അപ്പോൾ 4 ഇൻറ്റു 3 12i സ്ക്വയർ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 20 മൈനസ് 6 എത്രയാണ്? 20 മൈനസ് 6 എത്രയാണ്? 14. പിന്നെ മൈനസ് 10 റൂട്ട് 3i മൈനസ് 4 റൂട്ട് 3i എന്ന് പറഞ്ഞാൽ എത്ര വരും? മൈനസ് 10 റൂട്ട് 3i മൈനസ് 4 റൂട്ട് 3 മൈനസ് 14 റൂട്ട് 3i അല്ലേ? 24 മൈനസ് 14 റൂട്ട് 3. യെസ്, റെഡിയാണ്. ഇനി 16 വന്നു. പിന്നെ ഐ സ്ക്വയർ ആക്ച്വലി എത്രയാണ്? -1 അല്ലേ? അപ്പോൾ ആ -1ഉം ഈ മൈനസും കൂടെ പ്ലസ് ആയി, അപ്പോൾ പ്ലസ് 12. 16 പ്ലസ് 12. സോ 14 മൈനസ് 14 റൂട്ട് 3i ഡിവൈഡ് ബൈ 16 പ്ലസ് 12 എത്ര? 26 28. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. 14 ബൈ 28 മൈനസ് 14 റൂട്ട് 3 ബൈ 28i. അതിൽ 14ഉം 28ഉം കട്ടാവും. 14 ബൈ 28 എത്രയാണ്? 1/2 അല്ലേ? 1/2 മൈനസ് 14 ബൈ 28 ഇവിടെ 1/2 വരും. 1/2 അഥവാ റൂട്ട് 3/2i. കാരണം ഇവിടെ റൂട്ട് 3 ഉണ്ടല്ലോ. 14ഉം 28ഉം കട്ടായിട്ട് അടിയിൽ 2 വരും. പിന്നെ റൂട്ട് 3 മേലെ ഉണ്ടല്ലോ, റൂട്ട് 3/2i. ഇസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ i⁻39 ഇൻ ദ ഫോം a പ്ലസ് ib ഫോം. i⁻39 ഒന്നുമില്ല. i⁻39 39 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 39 തൊട്ടുള്ള 4ന്റെ മൾട്ടിപ്പിൾ ഏതാ? 36 ആണ്. അപ്പോൾ 36ന് പകരം സാറ് 4k എഴുതി. പ്ലസ് 36നോട് എത്ര കൂട്ടിയാൽ 39 കിട്ടുക?
36 എത്ര എഴുതില്ല 39 കിട്ടുക 3. അപ്പോൾ I⁴k+3 എന്ന് തോന്നുന്നു. I⁴k+3 എത്രയെന്നായിരുന്നു സാറ് പറഞ്ഞത്? എത്രയെന്നാണ് പറഞ്ഞത്? I⁴k എന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ഇങ്ങനെ ആലോചിച്ചേക്കാം കേട്ടോ. ഞാൻ സത്യം എനിക്കത് ഓർമ്മയില്ല, ഞാനത് ബൈഹാർട്ട് പഠിക്കാറില്ല, ഞാനത് ബൈഹാർട്ട് പഠിച്ചിട്ടില്ല. ജസ്റ്റ് I² എന്ന് പറഞ്ഞാൽ -1 I⁴k എന്ന് പറഞ്ഞാൽ -1ന്റെ സ്ക്വയറാ അഥവാ 1. I² എന്ന് പറഞ്ഞാൽ -1 നമുക്കറിയാം. അപ്പോൾ I⁴k എന്ന് പറഞ്ഞാൽ -1ന്റെ സ്ക്വയർ അഥവാ 1. I⁴k+1 എന്ന് പറഞ്ഞാൽ I⁴k+1 എന്ന് പറഞ്ഞാൽ ഇതിനെ 1 കൊണ്ട് ഇതിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. I കൊണ്ടാണ്, 1 കൊണ്ടല്ല, I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × I. ഇനി I⁴k+2 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ എഴുതിയാൽ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. I × I² അഥവാ -1. ഇനി I⁴k+3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നേ എഴുതിയാൽ -1നെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -I. സോ I⁴k+3 എത്രയാണ്? -I. അപ്പോൾ അത് അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. ബൈഹാർട്ടായിട്ട് പഠിക്കണം നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ മാറുന്നു പോകും, നിങ്ങളോട് മാറിപ്പോകും. പക്ഷേ ഇത് ചെയ്യാൻ അറിയണം, ഇത് തെറ്റിപ്പോകും. ഇത് നിങ്ങൾ ആലോചിക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് തെറ്റിപ്പോകും. സൈഡ് എഴുതി വെച്ചോളാം കേട്ടോ, എഴുതി നോക്കിക്കൂടാ. അല്ലാണ്ട് ആലോചിച്ച് ചെയ്താൽ ചിലപ്പോൾ തെറ്റിപ്പോകും. കാരണം ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ -1 വരും -I ഒക്കെ എടുത്തുകൊണ്ട് സില്ലി മിസ്റ്റേക്കാണ്, നമ്മൾ ശ്രദ്ധിക്കില്ല. ചില സമയത്ത് മനസ്സിലാലോചിക്കുമ്പോൾ I⁴k -1 ഒരു മൈനസോ അല്ലെങ്കിൽ ഒരു 1 I 1 I ഒക്കെ അങ്ങോട്ട് കൂടെ മാറിപ്പോയാൽ എളുപ്പമാണ്. അല്ലെങ്കിൽ -+ ആവാനൊക്കെ ഭയങ്കര എളുപ്പത്തിൽ മാറിപ്പോകും. അപ്പോൾ എഴുതിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ? ഏതാണ് ഇതിന്റെ റിയൽ പാർട്ടും ഏതാണ് ഇതിന്റെ ഇമാജിനറി പാർട്ടും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ആദ്യം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ലൈൻ ഈ ടോട്ടൽ സാധനത്തിനെ നമുക്കൊന്ന് നേരാൻ വണ്ണം എഴുതണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ ലെഫ്റ്റ് വണ്ണിൽ നിന്ന് നേരാൻ വണ്ണം എഴുതുന്നു. 1 + I / 1 - I. അതിന് നേരാൻ വണ്ണം എഴുതാൻ വേണ്ടി അതിന്റെ ഡിനോമിനേറ്ററിലെ 1 - Iന്റെ കോൺജുഗേറ്റ് എടുത്ത് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ? 1 - I അല്ലേ ഡിനോമിനേറ്റർ, അപ്പോൾ 1 + I കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്താ വരിക? മേലെ എന്താ വരിക? 1 + I × 1 + I 1 + I² ഡിവൈഡ് ബൈ താഴെ എന്താ വരിക? A + B × A - B A² - B². സോ 1ന്റെ സ്ക്വയർ 1 - B², Iന്റെ സ്ക്വയർ. ഓക്കെ, 1 + I² എത്രയാ? 1 + 2I + I² ഡിവൈഡ് ബൈ 1 - I² -1 ആണ്. ഓക്കെ, ഇനി നോക്കിക്കോ, ഇത് 1 ആണ്, ലാസ്റ്റ് ഉള്ളത് I² ആണ്. I² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ 1 - 1 0 ആയിപ്പോയി. ബാക്കി എന്താണുള്ളത്? 2I ഉണ്ട്. 2I ഡിവൈഡഡ് ബൈ അടിയിൽ എന്താണുള്ളത്? 1 - -1 കൂടെ +I. ഇപ്പോൾ 1 + 1 2 വരും. അഥവാ 2 × 2 കട്ടായി പോകും. പിന്നെ I മാത്രം. അത് I മാത്രം. ഇനി സെക്കൻഡ് വൺ നോക്ക്. ഇവിടുത്തെ സെക്കൻഡ് വൺ നോക്ക്. സെക്കൻഡ് വൺ എന്താ? 1 - I ഡിവൈഡ് ബൈ 1 + I. അതിനെ നമ്മൾ നോർമൽ ഫോമിലേക്ക് നേരെ വണ്ണം എഴുതണം. അതിനുവേണ്ടി നമ്മൾ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. 1 + I കോൺജുഗേറ്റ് 1 - I ആണ്. 1 - I കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ സമയത്ത് എന്ത് വരും? ന്യൂമറേറ്റർ എന്താ? 1 - I × 1 - I അഥവാ 1 - I² ഡിവൈഡ് ബൈ താഴെ എന്താ? A + B × A - B A² - B² അഥവാ 1ന്റെ സ്ക്വയർ 1 - B², Iന്റെ സ്ക്വയർ. ഓക്കെ, 1 - I² എന്താ? ദാറ്റ് ഈസ് 1 - 2I + I² അഥവാ -1 ഡിവൈഡ് ബൈ താഴെ I² എത്രയാ? -1. -1ഉം ഈ മൈനസ് കൂടെ +I. അപ്പോൾ 1 + 1 2. ഓക്കെ, ഇനി നോക്കിക്കോ, 1 - 1 0 ആയിപ്പോയി. പിന്നെ -2I ഡിവൈഡഡ് ബൈ 2. -2I ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ -2I ഡിവൈഡ് ബൈ 2. 2 × 2 കട്ടായി, വെറും -I. അപ്പോൾ ഇത് രണ്ടും കൂടെ -I ആണ്. അപ്പോൾ ആദ്യത്തത് എന്താ? I ആണ്. രണ്ടാമത്തെ എന്താ? -I. അപ്പോൾ പലരും എന്ത് ചെയ്യുന്ന അറിയോ? I - I 0 എന്ന് എഴുതി വെക്കും. തെറ്റാണ്. കാരണം മക്കൾ ആദ്യത്തത് എഴുതുക. ആദ്യത്തത് എന്താ? I ആണ്. ആദ്യം കണ്ടുപിടിച്ച I അല്ലേ? I എഴുതി. ഇനി -I ഇടുക. -I ഇട്ടു. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ എഴുതണം. രണ്ടാമത്തെ എന്താ? രണ്ടാമത്തത് -I ആ. ഇങ്ങനെയാണ് വരിക, അല്ലാണ്ട് I - I എന്നല്ല. I - I എന്നാണ് വരിക. കാരണം അതങ്ങനെ 2 മൈനസ് ഉണ്ട് സാർ. എടാ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഓൾറെഡി, അത് എഴുതി. ഇനി രണ്ടാമത്തത് എഴുതുമ്പോൾ രണ്ടാമത്തേലും ഒരു മൈനസ് ഉണ്ട്, -I അത്. അപ്പോൾ അത് എഴുതി. ഓക്കെ, അപ്പോൾ ആ മൈനസ് കൂടെ പ്ലസ് ആവും. അപ്പോൾ I + I അഥവാ 2I എന്ന് വന്നു. 2Iനെ A + IBയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതെന്താ? 0. റിയൽ പാർട്ട് ഇല്ലല്ലോ. 0 + 2I എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എന്താ? നമ്മൾ ചോദിച്ചത് റിയൽ പാർട്ട് എന്താ, ഇമാജിനറി പാർട്ട് എന്താ? റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് അതിൻ്റെ കൂടെ +2 ആണ്. അപ്പോൾ 0 × 2. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. സോ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഈ 10 ക്വസ്റ്റ്യൻസിലെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാം ഹോളിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് കാണാൻ പറ്റും. സോ നല്ലപോലെ പഠിച്ചിട്ട് എക്സാമിന് പോയിക്കൊള്ളുക. നല്ല രീതിയിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് മുഴുവൻ മാർക്കും നേടിയെടുത്തുകൊള്ളുക. ബൈ.